ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷാർപ്സ് കെംസ്പാർക്ക്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രിയിലെ പുതിയൊരു ഏരിയ ആയിട്ടുള്ള ഗ്രീൻ കെമിസ്ട്രിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് ഗ്രീൻ കെമിസ്ട്രി? Green chemistry, also called sustainable chemistry, is an area of chemistry and chemical engineering focused on the design of products and processes that minimize or eliminate the use and generation of hazardous substances. ഇനി എന്താണ് ഇതിൻ്റെ ഗോൾസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, വേസ്റ്റ് മിനിമൈസേഷൻ. സെക്കൻഡ് വൺ, എഫിഷ്യൻറ്റ് യൂസ് ഓഫ് എനർജി. തേർഡ് വൺ, hazard reduction. Fourth one, use of renewable resources. Father of green chemistry, Paul T. Anastas. ഇത് ചിലപ്പോൾ വൺ വേർഡ് ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ട്. He introduced 12 principles of green chemistry along with Dr. John Wardner. അപ്പോൾ ഇതിൽ അധികവും ക്വസ്റ്റ്യൻ ഉണ്ടാവാറുള്ളത് ഗ്രീൻ കെമിസ്ട്രിയിലെ ആ ഒരു 12 പ്രിൻസിപ്പിൾസ് എന്നാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. പിന്നെ ഫാദർ ഓഫ് ഗ്രീൻ കെമിസ്ട്രിയും ക്വസ്റ്റ്യനിൽ കാണാറുണ്ട്. നെക്സ്റ്റ് നമുക്ക് 12 പ്രിൻസിപ്പിൾസ് നോക്കാം. ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. എക്സാമിന് വേണ്ട പോയിന്റ്സ് മാത്രമേ ഞാൻ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ. ഫസ്റ്റ് വൺ, പ്രിവെൻഷൻ. It is better to prevent waste rather than to clean up or treat the waste after it is formed. Second one, concept of atom economy. ഈ സെക്കൻഡ് വൺ എന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. ഈ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ വെച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻസ് കാണാറുള്ളത്. അപ്പോൾ ആറ്റം എക്കണോമിയിൽ പറയുന്നത്, synthetic material should be designed to maximize the incorporation of all minerals used in the process into the final product. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് yield കാണുന്നതിനുള്ള ഇക്വേഷനാണ് ആക്ച്വൽ yield ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ തിയറിറ്റിക്കൽ yield ഓഫ് പ്രോഡക്റ്റ് ഇൻറ്റു 100. നമ്മൾ പെർസെൻറ്റേജിലാണ് പറയുന്നത്. ദെൻ പെർസെൻറ്റേജ് ഓഫ് ആറ്റം യൂട്ടിലൈസേഷൻ ഇസ് ഈക്വൽ ടു molecular weight of desired product divided by molecular weight of desired product plus molecular weight of waste material into 100. Then percentage of atom economy equal to, ഇത് വേറൊരു ഇക്വേഷൻ ആണ്, formula weight of atom utilized divided by formula weight of reactants in the reaction into 100. അപ്പം നമ്മൾ ഈ പെർസെൻറ്റേജ് ഓഫ് ആറ്റം എക്കണോമി കാണാൻ ക്വസ്റ്റ്യനിൽ ഏത് മോഡലിലാണ് തന്നിരിക്കുന്നതെന്ന് നോക്കുക, എന്നിട്ട് അതിനനുസരിച്ച് സോൾവ് ചെയ്യാണ് ചെയ്യാറുള്ളത്. ബോത്ത് റീഅറേഞ്ച്മെൻറ്റ് ആൻഡ് അഡീഷൻ റിയാക്ഷൻസ് ആർ ഓൾമോസ്റ്റ് 100% ആറ്റം എക്കണോമിക് റിയാക്ഷൻസ്. സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് എലിമിനേഷൻ നോട്ട് 100% ആറ്റം എക്കണോമി. ഈ ക്വസ്റ്റ്യനും കണ്ടിട്ടുണ്ട്. ഇത് നിങ്ങളോട് കുറച്ച് ഓപ്ഷൻ തന്നിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ, എലിമിനേഷൻ, അഡീഷൻ, റീഅറേഞ്ച്മെൻറ്റ്, റിയാക്ഷൻസ്. അപ്പം ഇതിൽ എങ്ങനെയാണ് ഈ ആറ്റം എക്കണോമിക് ആയിട്ടുള്ള റിയാക്ഷൻ്റെ ഓർഡർ എന്ന് കാണാറുണ്ട്. അപ്പം അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് റീഅറേഞ്ച്മെൻറ്റ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു അഡീഷൻ, ഗ്രേറ്റർ ദാൻ സബ്സ്റ്റിറ്റ്യൂഷൻ, ഗ്രേറ്റർ ദാൻ എലിമിനേഷൻ ആണ്. അപ്പോൾ ഇതിൽ റീഅറേഞ്ച്മെൻറ്റും അഡീഷൻ റിയാക്ഷൻസും ആണ് 100% ആറ്റം എക്കണോമിക് റിയാക്ഷൻ ആയിട്ടുള്ളത്. സബ്സ്റ്റിറ്റ്യൂഷനും എലിമിനേഷനും 100% ആറ്റം എക്കണോമി അല്ല. തേർഡ് പ്രിൻസിപ്പിൾ, ലെസ് ഹസാർഡസ് കെമിക്കൽ സിന്തസിസ്. Whenever practicable, synthetic methodologies should be designed to use and generate substances that possess little or non-toxicity to human health and environment. അപ്പോൾ നമ്മൾ സിന്തസൈസ് ചെയ്യുമ്പോൾ ലെസ് ഹസാർഡ് ആയിട്ടുള്ള കെമിക്കൽ സിന്തസിസ് മാത്രം നടത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതാണ് ഇതിൽ പറയുന്നത്. ഫോർത്ത് വൺ, ഡിസൈനിങ് സേഫർ കെമിക്കൽ. Chemical products should be designed to preserve efficiency of function by reducing toxicity. Fifth one, safer solvents and auxiliaries. The use of auxiliary substances should be made unnecessary whenever possible and when used innocuous. അപ്പോൾ നമ്മൾ ഈ താഴെ കൊടുത്തിരിക്കുന്ന സോൾവെൻസുകൾ മാക്സിമം ഒഴിവാക്കുക എന്നാണ് പറയുന്നത്. അതായത് CHCl3, CH2Cl2, CCl4,
CFC, പിന്നെ C6H6, ബെൻസീൻ, ഇതുപോലെയുള്ള സോൾവെൻസ് ഒക്കെ നമ്മൾ പ്രിപ്പറേഷനിൽ ഉപയോഗിക്കുന്നത് റെഡ്യൂസ് ചെയ്യുക, അതാണ് ഗ്രീൻ കെമിസ്ട്രിയിൽ പറയുന്നത്. മാക്സിമം അവോയ്ഡ് ചെയ്യുക, അതാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഡിസൈൻ ഫോർ എനർജി എഫിഷ്യൻസി. Use catalyst to lowering the energy requirement and also avoid the purification step. Then 7th one, use of renewable feedstock or renewable raw materials. അതിൽ use renewable material rather than depleting whenever technically and economically practicable. Then 8th principle, reduce derivatives. അതായത് unnecessary derivatization should be avoided. പ്രൊട്ടക്ഷൻ ഡീപ്രൊട്ടക്ഷൻ ഷുഡ് ബി അവോയ്ഡഡ്. അപ്പോൾ നമ്മൾ ഡെറിവേറ്റീവ്സിന് ആവശ്യമില്ലെങ്കിൽ പിന്നെ അത് നമ്മൾ അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ ഓർഗാനിക് ആയിട്ടുള്ള പല റിയാക്ഷൻസിലും നമ്മൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡീപ്രൊട്ടക്റ്റ് ചെയ്തിട്ടൊക്കെ റിയാക്ഷൻസ് നടത്താറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള റിയാക്ഷൻസൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക എന്നാണ് ഇതിൽ പറയുന്നത്. Next principle, catalytic reagents are superior to stoichiometric reagents. അപ്പോൾ അതിൽ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ യൂട്ടിലൈസേഷൻ എൻഹാൻസസ്, അതുപോലെ തന്നെ ഫോർമേഷൻ ഓഫ് വേസ്റ്റ് റെഡ്യൂസ്ഡ്, എനർജി സേവിങ്സ്. അപ്പം നമ്മൾ അതുപോലത്തെ റിയേജൻസ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ പ്രോപ്പർട്ടീസ് എല്ലാം കാണിക്കുമെന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, ഡിസൈൻ ഫോർ ഡീഗ്രഡേഷൻ. Chemical products should be designed that at the end of their function they do not persist in the environment and should be break down, that is it become biodegradable. അപ്പോൾ അതുപോലത്തെ കെമിക്കൽ പ്രോഡക്ട്സ്, അതായത് ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള കെമിക്കൽ പ്രോഡക്ട്സ് ആണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് വൺ, റിയൽ ടൈം മോണിറ്ററിംഗ് ഫോർ പൊല്യൂഷൻ പ്രിവെൻഷൻ. അടുത്തത് നമ്മൾ എപ്പോഴും അതിങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കണം. അനലിറ്റിക്കൽ മെത്തഡോളജീസ് നീഡ് ടു ബി ഫർദർ ഡെവലപ്പ് ടു അലോ ഫോർ റിയൽ ടൈം ഓർ ഇൻ പ്രോസസ് മോണിറ്ററിംഗ് ആൻഡ് കൺട്രോൾ പ്രയർ ടു ദി ഫോർമേഷൻ ഓഫ് ഹസാർഡസ് സബ്സ്റ്റൻസസ്. ദെൻ ലാസ്റ്റ് വൺ, ആക്സിഡൻറ്റ് ഫ്രീ കെമിക്കൽ സിന്തസിസ്. നമുക്കറിയാം ഭോപ്പാൽ ട്രാജഡിയിലൊക്കെ മീഥൈൽ ഐസോസൈനേറ്റിൻ്റെ ഉപയോഗം കൊണ്ടാണ് ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടായത്. അപ്പോൾ അതുപോലെയുള്ള കെമിക്കൽസിൻ്റെ ഉപയോഗമൊക്കെ കുറയ്ക്കുക അല്ലെങ്കിൽ അത് നിർമ്മിക്കാതിരിക്കുക, അതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഈ കുറേ പ്രിൻസിപ്പിൾസ് തന്നിട്ട് ചിലപ്പോൾ ചില പോയിന്റ്സ് ആയിട്ട് തന്നിട്ട് ഗ്രീൻ കെമിസ്ട്രിയുടെ പ്രിൻസിപ്പിൾ അല്ലാത്തത് ഏതാണ്, അല്ലെങ്കിൽ ഈ എന്താണ് അധികവും ക്വസ്റ്റ്യൻ കാണാറുള്ളത് ആറ്റം എക്കണോമിയുടെ ക്വസ്റ്റ്യൻ കാണാറുണ്ട്. ഇനി നമുക്ക് ഇമ്പോർട്ടൻറ്റ് ഗ്രീൻ റിയാക്ഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ, ബ്രോമിനേഷൻ ഓഫ് അസറ്റാനിലൈഡ്. അപ്പോൾ ഞാൻ റിയാക്ഷൻസ് കാണിച്ചിട്ടില്ല. അസറ്റാനിലൈഡിൻ്റെ ബ്രോമിനേഷനിൽ നമ്മൾ ബ്രോമിൻ ഇൻ ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഗ്രീൻ റിയാക്ഷനിൽ വരുമ്പോൾ ബ്രോമിന് പകരം KBr ആണ് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ് റീപ്ലേസ്ഡ് ബൈ H2O. സോ റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ അക്വസ് മീഡിയ. അതാണ് ഗ്രീൻ റിയാക്ഷനിൽ ചെയ്യുന്നത്. സെക്കൻഡ് വൺ, അൾട്രാസൗണ്ട് അസിസ്റ്റഡ് റിയാക്ഷൻ, ദാറ്റ് ഈസ് സോനോകെമിസ്ട്രി. Sonochemistry is the research area in which molecules undergo a chemical reaction because of the application of powerful ultrasound radiation 20 kilohertz to 10 megahertz. The physical phenomenon responsible for the sonochemical process is acoustic cavitations. Then propagation of sound waves with frequency above the range of human hearing. അതാണ് അൾട്രാസൗണ്ട് അസിസ്റ്റഡ് റിയാക്ഷനിൽ ചെയ്യുന്നത്. ഇനി അതിൻ്റെ ബെനഫിറ്റ്സ് എന്ന് പറയുന്നത് പ്രൊവൈഡിങ് എനർജി സേവിങ്, ഹൈ ഈൽഡ് ആണ്, സെലക്ടിവിറ്റി ഇൻ റിയാക്ഷൻ, ഇറ്റ് ക്യാൻ യൂസ് ഇൻ അക്വസ് മീഡിയ, നോ വേസ്റ്റ്, അതുപോലെ തന്നെ ഹൈ എഫിഷ്യൻസിയാണ്. ഇനി ഇതിൽ പറയുന്നത് ദി എഫക്റ്റ് ഓഫ് അൾട്രാസൗണ്ട് എറൈസസ് ഫ്രം അക്വാസ്റ്റിക് ക്യാവിറ്റേഷൻ, formation of growth and collapse of bubbles in the liquid by passing ultrasonic waves through this medium. Cavitation collapse produce
local heating and high pressure. This leads to the chemical reaction which are not easily attained by conventional methods. ഇനി അൾട്രാസൗണ്ട് അസിസ്റ്റഡ് റിയാക്ഷൻസിന് എക്സാമ്പിളാണ് എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ. അത് അൾട്രാസൗണ്ട് അസിസ്റ്റഡ് റിയാക്ഷൻ വെച്ച് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് വൺ ബാർബിയർ റിയാക്ഷൻ. ഞാൻ റിയാക്ഷൻ കാണിച്ചിട്ടില്ല ഇവിടെ. നെക്സ്റ്റ് ഗ്രീൻ റിയാക്ഷൻ മൈക്രോവേവ് അസിസ്റ്റഡ് റിയാക്ഷൻ. അതായത് ഇതിൽ സോൾവെന്റ് ഷുഡ് ബി പോളാർ. When polar molecules irradiated with microwaves, it rotates to align with the applied field. Thus, polar solvents like water, DMF, ethanol, etc. heated when irradiated with microwaves. എക്സാമ്പിൾ ഇപ്പോൾ ഇതിൽ അധികവും നിങ്ങൾക്ക് ഈ എക്സാമ്പിൾ തന്നിട്ട് അതിൽ മൈക്രോവേവ് അസിസ്റ്റഡ് റിയാക്ഷൻ ഏതാണ് അങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് വൺ ഹോഫ്മാൻ എലിമിനേഷൻ ആണ്. ഈസ് എ പൈറോളിറ്റിക് പ്രോസസ് വിച്ച് റിക്വയർ ഹൈ എനർജി ക്യാൻ ബി കൺവേർട്ടഡ് ടു ഗ്രീൻ ബൈ പാസിംഗ് മൈക്രോവേവ്സ്. അപ്പോൾ ഈ റിയാക്ഷനിൽ മൈക്രോവേവ് ആണ് പാസ് ചെയ്യുന്നത്. പിന്നെ സെക്കൻഡ് വൺ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഡീൽസാൾഡ് റിയാക്ഷൻ ആണ്. അധികവും ഈ ക്വസ്റ്റ്യൻ കാണാറുണ്ട്. ഡീൽസാൾഡ് റിയാക്ഷൻ ഏത് റിയാക്ഷൻ ആണെന്ന് കാണാറുണ്ട്. അപ്പോൾ ഡീൽസാൾഡ് റിയാക്ഷൻ ഒരു ഗ്രീൻ റിയാക്ഷൻ ആണ്. അപ്പം ഞാൻ ഈ ഒരു വീഡിയോയിൽ ജസ്റ്റ് അതിൻ്റെ 12 പ്രിൻസിപ്പിളും അതുപോലെ തന്നെ 3 ഇമ്പോർട്ടൻറ്റ് ഗ്രീൻ റിയാക്ഷൻസും ആണ് കാണിച്ചത്. ഇനി ഇതിൽ അധികവും ക്വസ്റ്റ്യൻസ് ഈ ഒരു പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടും അതുപോലെ തന്നെ ഗ്രീൻ റിയാക്ഷനെ ബേസ് ചെയ്തിട്ടാണ് കാണാറുള്ളത്. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിന്ന് കണ്ടിട്ടില്ല. 1-2 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യനൊക്കെയാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുള്ളത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ബുക്ക് റെഫർ ചെയ്ത് വായിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.